ഇന്നത്തെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടൊരു ടോപ്പിക്കാണ്. ഇന്ന് നമ്മളൊരു റേറ്റ് വീഡിയോ അല്ല, ഒരു മെക്കാനിക്കൽ വീഡിയോ അല്ല, നമ്മൾ ഇന്ന് ചെയ്യുന്ന ഒരു എഡ്യൂക്കേറ്റഡ് വീഡിയോ ആണ്. നമുക്ക് ടെക്നിക്കൽ ഫീൽഡിലുള്ളവർക്ക് എല്ലാവർക്കും അറിയുന്നതാണ്, ഇത് ഓട്ടോമോട്ടീവായിട്ടുള്ള ബന്ധപ്പെട്ട എല്ലാവർക്കും അറിയുന്നതായിരിക്കാം. പക്ഷേ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. അങ്ങനെ അറിയുന്നവരാണെങ്കിൽ സ്കിപ്പ് അടിച്ച് വെക്കുള്ളൂ. എന്താണ് ടു സ്ട്രോക്ക് എന്നാണ് ഇന്നത്തെ കണ്ടൻറ്റ്. ടു സ്ട്രോക്ക് എഞ്ചിൻ്റെ പ്രവർത്തനം, അത് എങ്ങനെയാണ് ഇത് പ്രവർത്തിക്കുന്നത്, ഇതിൽ ഇൻടേക്ക്, എക്സോസ്റ്റ്, നമ്മുടെ എഞ്ചിൻ വർക്കിന് ആവശ്യമായ ഒരു 4 ഘടകമുണ്ട്, 4 പ്രോസസ്സ് ഉണ്ട്. അത് എന്തൊക്കെയാണെന്ന്, അതേപോലെ തന്നെ ട്യൂറ്റി ഓയിൽ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, എന്തിനാണ് ഉപയോഗിക്കുന്നത്, എല്ലാമാണ് ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ ഫുള്ളായി കണ്ടാൽ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടത്തുള്ളൂ. എല്ലാവരും ടു സ്ട്രോക്ക് ഉപയോഗിക്കുന്ന ആൾക്കാരാണ്, പക്ഷേ ടു സ്ട്രോക്കിനെ കുറിച്ച് വേറെ ഒന്നും അറിയില്ല. അവരെല്ലാവരും ആ സൗണ്ടിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ ആ ഒരു പവറിന് വേണ്ടിയിട്ട്, ആ ലുക്കിന് വേണ്ടിയിട്ടായിരിക്കും ടു സ്ട്രോക്ക് ബൈക്കുകൾ യമഹ ആണെങ്കിലും സുസുക്കി ആണെങ്കിലും ഈവൻ RD350 ആണെങ്കിലും നമ്മൾ ചൂസ് ചെയ്യുന്നത്. പക്ഷേ ഈ ഒരു ടെക്നിക്കൽ വശം കൂടെ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടത് ഒരു നല്ലൊരു കാര്യം തന്നെയാണ്. നമ്മുടെ വണ്ടിനെ കുറിച്ച് നമ്മൾ ഏറ്റവും കൂടുതൽ അറിവ് സമ്പാദിക്കുന്നത് ഏറ്റവും നല്ല കാര്യമാണ്. കാരണം നമുക്കൊരു കംപ്ലയിൻറ്റ് വരുന്ന സമയത്ത് എവിടെ നിന്നാണ് റെക്ടിഫൈ ചെയ്യാൻ അത് കൂടുതലായിട്ട് ഉപകാരപ്പെടും എന്തായാലും. സോ നമുക്ക് നമ്മുടെ ഈ കണ്ടന്റിലേക്ക് കയറാം. അതിനു മുമ്പ് നമ്മൾ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേ, മറക്കുക സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ അടിപൊളി കണ്ടന്റ്സ്, എഡ്യൂക്കേഷൻ, അതേപോലെ തന്നെ മെക്കാനിക്കലായിട്ടുള്ള എന്തെങ്കിലും ഡൗട്ട്സ് എല്ലാം നമ്മളിത് ക്ലിയർ ചെയ്യുന്നതായിരിക്കും. എനിക്ക് എന്തെങ്കിലും അഭിപ്രായ കമൻറ്റുകളോ അല്ലെങ്കിൽ ഡൗട്ട് വല്ലതും ഉണ്ടെങ്കിൽ, എനിക്ക് ഇത്ര കാലം കിട്ടാത്ത ഡൗട്ട് വല്ലതും ഉണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യാം. എനിക്ക് അറിയാവുന്നതാണ് ഞാൻ ഷെയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ട് ഡിസ്ലൈക്ക് ചെയ്തോ കുഴപ്പമൊന്നുമില്ല. അതേപോലെ തന്നെ മറക്കുക സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് നമ്മുടെ പിസ്റ്റിൻ്റെ പൊസിഷനെ നമുക്ക് കുറച്ച് പേരുകളിട്ട് വിളിക്കും, 2 പേരായിട്ട് വിളിക്കും. പിസ്റ്റൻ മേളിൽ നിൽക്കുന്നതിന് TDCയും അതേപോലെ തന്നെ താഴെ നിൽക്കുകയാണെങ്കിൽ BDCയും പറയും. TDC എന്ന് പറഞ്ഞാൽ ടോപ്പ് ഡെഡ് സെൻറ്റർ എന്നാണ് അതിനെ വിളിക്കുക. BDCനെ ബോട്ടം ഡെഡ് സെൻറ്റർ എന്നാണ് വിളിക്കുക. അത് നിങ്ങൾ അറിഞ്ഞു വെക്കണമെന്ന ഒരു മസ്റ്റായിട്ടുള്ള കാര്യം തന്നെയാണ്. ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് വീഡിയോയിൽ പറഞ്ഞു തരാം, എങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ് എന്നുള്ളത്. ഞാൻ ഒരു ചെറിയ അനിമേഷൻ അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ഫോട്ടോ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് തരാനാണ് പ്ലാൻ ചെയ്യുന്നത്. നമുക്കിത് കാണിച്ചു തരാൻ പറ്റത്തില്ല, പക്ഷേ നമ്മൾ എങ്ങനെയാണ് വർക്കിംഗ് ഉള്ള ഒരു ഫോട്ടോ വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. നമുക്കിനി സെക്ഷൻ, കംപ്രഷൻ, പവർ, എക്സോസ്റ്റ് എന്നത് പ്രോസസ്സ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഒരു ഫോട്ടോൻ്റെ ബേസ്ഡ് ആയിട്ട് നമുക്ക് പഠിപ്പിച്ചു തരാം. സിമ്പിളായിട്ടുള്ള എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിലാണ് ഞാൻ തരാൻ പോണത്. അപ്പോൾ നിങ്ങളെല്ലാം ജസ്റ്റ് ഒന്ന് നോക്കിയാൽ തന്നെ മനസ്സിലാവും കേട്ടോ. ഇപ്പോൾ ഫസ്റ്റ് നമ്പർ 1 ഫോട്ടോയിലുള്ളത് സെക്ഷൻ സ്ട്രോക്കാണ്. നമ്മുടെ 4 സ്ട്രോക്ക് എഞ്ചിനിൽ TDC നിന്ന് BDCയിലേക്ക് അല്ലെങ്കിൽ ടോപ്പിൽ നിന്ന് ബോട്ടമിലേക്കാണ് പിസ്റ്റൺ ട്രാവൽ ചെയ്യുന്നത്. പക്ഷേ ഇതിൽ 2 സ്ട്രോക്കിൽ വന്നിട്ട് BDC നിന്ന് TDCയിലേക്ക് ട്രാവൽ ചെയ്യും. കണ്ടല്ലോ, നിങ്ങൾ കണ്ടല്ലോ, ഇൻടേക്ക് എന്നുള്ള ഭാഗത്ത് നിന്നിട്ട് എൽഫിൽ മിക്സറും TDCയിലേക്ക് പോകുന്ന സമയത്താണ് ഉള്ളിലുള്ള കംപ്രഷൻ ഉണ്ടായിട്ട് വരുന്നത്. കംപ്രഷൻ ഉണ്ടായിട്ട് ഉള്ളിലേക്ക് കാർബറേറ്ററിൽ നിന്ന് എൽഫിൽ മിക്സർ സിലിണ്ടർ അകത്തേക്ക് പ്രവേശിക്കുന്നത്. പിസ്റ്റൺ BDCയിൽ നിന്ന് TDCയിലേക്ക് പോകുമ്പോൾ നമ്മുടെ രണ്ടാമത്തെ ഫോട്ടോ നോക്കിയതെന്ന് വെച്ചാൽ പിസ്റ്റൺ TDCയിൽ നിന്ന് BDCയിലേക്ക് വരാൻ പോവുകയാണ്. അപ്പോൾ BDCയിലേക്ക് വരുന്ന സമയത്ത് ഈ അടിയിലുള്ള എയർഫിൽ മിക്സർ, നമ്മുടെ ക്രാങ്ക് സൈഡിലുള്ള എയർഫിൽ മിക്സർ കംപ്രസ്ഡ് ആവുകയും ചെയ്യും. കുറച്ചും കൂടെ താഴേക്ക് പിസ്റ്റൺ കുറച്ചും കൂടെ താഴെ എത്തുന്ന സമയത്ത് ഇൻടേക്ക് പോർട്ട് ക്ലോസ് ആവുകയും ചെയ്യും. അപ്പോൾ ഈ എയർഫിൽ മിക്സറിന് പോകാനുള്ള വഴി എന്ന് വെച്ചാൽ ഇവിടെ കാണുന്ന ട്രാൻസ്ഫർ പോർട്ട് എന്ന് കാണുന്നുണ്ടല്ലോ, ആ വഴിയാണ് എയർഫിൽ മിക്സർ, കംപ്രസ്ഡ് ആയിട്ടുള്ള എയർഫിൽ മിക്സർ സിലിണ്ടറിൻ്റെ ഹെഡിലേക്ക് പോകുന്നത്. ഇപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ വണ്ടികൾ നമ്മളൊക്കെ RX 2 സ്ട്രോക്ക് ഉപയോഗിക്കുന്നതാണ്. ഞാൻ സിമ്പിളായിട്ട് എൻ്റെ വണ്ടീൻ്റെ തന്നെ ട്രാൻസ്ഫർ ഫോട്ടോ നിങ്ങൾക്ക് ഷോ ചെയ്ത് കാണിച്ചിട്ട് ഇപ്പോൾ ഇമേജിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും കേട്ടോ. ഇത് നമ്മുടെ യമഹ RX 100ൻ്റെ എഞ്ചിൻ. ഇപ്പോൾ ആരോ കാണുന്നതാണ് ട്രാൻസ്ഫർ പോർട്ട് കേട്ടോ. ഈ ട്രാൻസ്ഫർ പോർട്ടിലാണ് നമുക്ക് എയർഫ്ലോ മിക്സറും നമ്മുടെ സിലിണ്ടറിൻ്റെ ഉള്ളിലേക്ക് പോകുന്നത്. അതേപോലെ തന്നെ പിസ്റ്റൺ TDCയിൽ നിൽക്കുന്ന സമയത്ത് ട്രാൻസ്ഫർ പോർട്ടിലേക്ക് എയർഫിൽ മിക്സർ പോവില്ല. കാരണം കണ്ടല്ലോ, ട്രാൻസ്ഫർ പോർട്ട് ഇപ്പോൾ ക്ലോസ്ഡ് ആണ്. പിസ്റ്റൺ TDC നിൽക്കുന്ന സമയത്ത് നമ്മുടെ പിസ്റ്റൺ ക്ലോസ് ചെയ്യും. 4 സ്ട്രോക്ക് എഞ്ചിനിൽ എല്ലാം വാൾവുകളാണ് കൺട്രോൾ ചെയ്യുന്നത്. നമ്മൾ ടൈമിംഗ് ചെയ്യുന്നതനുസരിച്ച് വാൾവുകൾ കൺട്രോൾ ചെയ്യും. ഇത് കംപ്ലീറ്റ്ലി പിസ്റ്റൻ്റെ കളി മാത്രമേ ഉള്ളൂ കേട്ടോ. പിസ്റ്റനാണ് ഇവിടുത്തെ മെയിൻ റോള്. അതുകൊണ്ടാണ് പിസ്റ്റണിൽ എന്തെങ്കിലും ഡാമേജ് സംഭവിക്കുമ്പോൾ നമുക്ക് വന്നിട്ട് കംപ്രഷൻ ലീക്ക്, അതേപോലെ തന്നെ പെട്ടെന്നുള്ള മൈലേജ് ഷോർട്ടേജ്, അങ്ങനെ കുറേ സംഭവങ്ങൾ ഉണ്ടാകുന്നത് 2 സ്ട്രോക്കിൽ ഇതുകൊണ്ടാണ്. അതുപോലെ തന്നെ നമ്മുടെ 2 സ്ട്രോക്കിൻ്റെ എഞ്ചിൻ അത്രയും അടിപൊളിയായി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണോ അതുപോലെ ലൈഫും തരും. അതേപോലെ തന്നെ നമ്മൾ നോക്കണ പോലെ ഇരിക്കും, നമ്മുടെ ഓരോ ആൾക്കാരുടെ ഒരു കെയറിങ് പോലെ ഇരിക്കും 2 സ്ട്രോക്ക് എഞ്ചിൻ, പഴയ എഞ്ചിൻ നമ്മൾ സൂക്ഷിക്കുന്നത്. സിമ്പിളായിരിക്കും, അതേപോലെ തന്നെ അത്രയും അഡ്വാൻറ്റേജുകളും ആയിരിക്കും. നമ്മുടെ 4 സ്ട്രോക്ക് എഞ്ചിനേക്കാളും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള എഞ്ചിൻ. അതുപോലെ ഒരിക്കലും 2 സ്ട്രോക്കിൽ ഉണ്ടാക്കുന്ന പവർ 4 സ്ട്രോക്കിൽ ഒരിക്കലും ഉണ്ടാക്കാൻ പറ്റത്തില്ല. അത്രയും പവറാണ് ഒരു 4 സ്ട്രോക്ക് എഞ്ചിൻ.
ഒരു ട്രക്ക് റേസിന് വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒപ്പം 2 സ്ട്രോക്ക് ഉണ്ടെങ്കിൽ പേടിച്ചു പോകും. അത്രയാണ്. ഇതിൽ വന്നിട്ട് 2 സ്ട്രോക്കിൻ്റെ കാര്യത്തിൽ CC ക്യൂബിക് കപ്പാസിറ്റി എന്നുള്ളത് ഡസൻ മാറ്റർ. അങ്ങനെയാണ് സംഭവം കേട്ടല്ലോ. ഒരു 100 cc ഇന്നത്തെ 4 സ്ട്രോക്ക് എഞ്ചിനിൽ 150 cc വണ്ടീൻ്റെ അടുത്ത് പിടിച്ച് നിൽക്കും. ഈവൻ ഓരോ വണ്ടി സ്പെക്വൈസ് ചെയ്ത വണ്ടികൾ ഈവൻ നമ്മളെ ഇപ്പോൾ ഡ്യൂക്ക് 200 ഒപ്പം അടക്കം ട്രക്ക് അടിച്ചിട്ടുണ്ട്. അത് 2 സ്ട്രോക്കിൻ്റെ അതൊരു മാജിക്കൽ നമ്പർ മാത്രമാണ് 2 സ്ട്രോക്കിൻ്റെ ഒരു ക്യൂബിക് കപ്പാസിറ്റി, ക്യൂബിക് സെൻറ്റിമീറ്റർ എന്നൊക്കെ പറയുക. നമ്മുടെ സെക്ഷൻ ഷോക്ക് കംപ്ലീറ്റ് ആയിട്ടില്ല. ഇനി നമ്മൾ പിസ്റ്റൺ TDCയിൽ നിന്ന് BDCയിലേക്ക് എത്തുന്ന സമയത്ത് നമ്മുടെ ഇൻടേക്ക് ക്ലോസ് ആവുകയും താഴേക്ക് ഒരു കംപ്രഷൻ പ്രഷർ ഉണ്ടാവുകയും അതുപോലെ തന്നെ താഴേക്ക് ഇൻടേക്കിലൂടെ വന്ന എയർ ഫ്യൂൽ മിക്സ്ചർ ഇപ്പോൾ ട്രാൻസ്ഫർ പോർട്ട് കണ്ടല്ലോ, ട്രാൻസ്ഫർ പോർട്ട് നമ്മുടെ പിസ്റ്റിൻ്റെ റൈറ്റ് സൈഡിൽ കാണുന്ന ട്രാൻസ്ഫർ ഗ്രീൻ ലൈൻ കാണുന്നുണ്ടല്ലോ, ആ ട്രാൻസ്ഫർ പോർട്ടിലൂടെ എയർ ഫ്യൂൽ മിക്സ്ചർ സിലിണ്ടർ ഹെഡിലേക്ക് പോകുന്നു. ഹെഡിൽ പോയ എയർ ഫ്യൂൽ മിക്സ്ചർ അവിടെ ഹോൾഡ് ആകും. അല്ലാതെ നമ്മുടെ എക്സോസ് പോർട്ടിൽ കൂടെ പോകത്തില്ല. നമ്മുടെ ഈ പിസ്റ്റൺ വന്നിട്ട് എക്സോസ് പോർട്ട് പകുതി കവർ ചെയ്തിട്ട് നിൽക്കുക കേട്ടോ. പകുതി കുറച്ച് കവർ ചെയ്ത് നിൽക്കുക. പിസ്റ്റൻ്റെ ഗ്യാപ്പിലൂടെയാണ് ശരിക്കും ഇത് വർക്ക് ചെയ്യുന്നത്. പിസ്റ്റണിൽ നമ്മുടെ 2 സ്ട്രോക്ക് എഞ്ചിൻ്റെ പിസ്റ്റൺ നോക്കിയാൽ നിറയെ ഹോളുണ്ട്. 2 ബോത്ത് സൈഡ് ഹോളുകൾ ഉണ്ടാകും. ഇതിലൂടെയാണ് ഇത് എന്താ പറയുക ഈ ഇൻടേക്കും സംഭവിക്കുന്നത്, അതേപോലെ തന്നെ എക്സോസൊക്കെ സംഭവിക്കുന്നത് ഇതിൻ്റെ ഉള്ളിൽ കൂടെ തന്നെയാണ്. അതാണ് കംപ്ലീറ്റ്ലി കൺട്രോൾഡ് നമ്മുടെ പിസ്റ്റൺ തന്നെയാണ്. അപ്പോൾ ഇതിലൂടെ എയർ ഫ്യൂൽ മിക്സ്ചർ ഹെഡിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ കാണുന്നത് കംപ്രഷൻ സ്ട്രോക്കാണ്. കംപ്രഷൻ സ്ട്രോക്കിന് മുമ്പ് സംഭവിച്ചതെന്ന് വെച്ചാൽ പിസ്റ്റൺ TDCയിൽ നിന്ന് BDCയിലേക്ക് വന്നപ്പോൾ താഴെയുള്ള എയർ ഫ്യൂൽ മിക്സ്ചർ ഹെഡിലേക്ക് ട്രാൻസ്ഫർ പോർട്ടിലൂടെ പോയിരിക്കുന്നു. അപ്പോൾ ഇനി പിസ്റ്റൺ വന്നിട്ട് BDCയിൽ നിന്ന് TDCയിലേക്ക് ട്രാവൽ ചെയ്യണം. BDCയിൽ ട്രാവൽ ചെയ്യുന്ന സമയത്ത് എക്സോസ് പോർട്ടും അതേപോലെ തന്നെ ഇൻടേക്ക് പോർട്ടും എല്ലാം ക്ലോസ് ആവുകയും ചെയ്യും. അതേപോലെ തന്നെ പിസ്റ്റൺ കംപ്രസ്ഡ് ആയി നിൽക്കും. നമ്മുടെ ഹെഡിനും ക്യൂബിക് കപ്പാസിറ്റിയിൽ ഫ്യൂൽ മിക്സ്ചറിനെ കൊണ്ട് നിർത്തിയിട്ട് കംപ്രസ് ചെയ്ത് നിർത്തും. അപ്പോഴാണ് നമുക്ക് അടുത്ത പ്രോസസ്സ് വർക്ക് ചെയ്യുന്നത്. ഇപ്പോഴാണ് നമ്മുടെ പവർ സ്ട്രോക്ക് നടക്കാൻ പോകുന്നത്. നമ്മുടെ കംപ്രസ്ഡ് ആയിട്ടുള്ള എയർ ഫ്യൂൽ മിക്സ്ചറിനെ നമ്മുടെ സ്പാർക്ക് പ്ലഗിൽ നിന്ന് സ്പാർക്ക് ഉണ്ടാക്കിയിട്ട് സിലിണ്ടറിൻ്റെ ഉള്ളിൽ കത്തിക്കുമ്പോൾ അതിൻ്റെ കംപ്രഷൻ, അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് കൊണ്ട് പിസ്റ്റൺ TDCയിൽ നിന്ന് BDCയിലേക്ക് വരികയാണ്. അപ്പോഴാണ് നമ്മുടെ വന്നിട്ട് ഈ പ്രോസസ്സ് കഴിഞ്ഞ് BDCയിൽ നിന്ന് TDCയിലേക്ക് വരുമ്പോഴാണ് നമ്മുടെ എക്സോസ്റ്റ് പോർട്ട് ഓപ്പൺ ആയിട്ട് കത്തിയ എയർ ഫ്യൂൽ മിക്സ്ചറിൻ്റെ വേസ്റ്റ് അല്ലെങ്കിൽ പുക പുറത്തേക്ക് എക്സോസ്റ്റ് പോർട്ടിലൂടെ പുറത്തേക്ക് നമ്മുടെ സൈലൻസർ വഴിയൊക്കെ പുറത്ത് വരുന്നത്. അതാണ് ഇതിലെ പ്രോസസ്സ്. നമ്മുടെ ഒരു 2 സ്ട്രോക്ക് എൻജിൻ ഇങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. ഈ ഒരു പ്രോസസ്സാണ് എല്ലാ 2 സ്ട്രോക്ക് എൻജിനിലും വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇനി കാണാൻ പോകുന്നത്, അല്ലെങ്കിൽ ഇനി അറിയാൻ പോകുന്നത് എന്താണ് TUT ഓയിൽ, എന്താണ് TUT ഓയിലിൻ്റെ പർപ്പസ് ഇൻ 2 സ്ട്രോക്ക് എൻജിൻ. TUT ഓയിൽ എന്തൊക്കെയാണ് ലൂബ്രിക്കേറ്റ് ചെയ്യുന്നത്, എന്തിനാണ് TUT ഓയിൽ നമ്മുടെ പെട്രോളുമായിട്ട് പ്രീമിക്സ് ചെയ്യുന്നത് എന്നാണ് നമ്മളുടെ